പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടഡ് കാറ്റഗറി 1 EVSുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട 15 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളിൽ പ്രധാനമായും ഊർജം ലഭിക്കുന്നത് ഏതിൽ നിന്നെല്ലാമാണ്? ധാന്യകം, ജീവകം, ധാതുക്കൾ, ധാന്യകം, കൊഴുപ്പ്, മാംസ്യങ്ങൾ, ധാന്യകം, ജലം, മാംസ്യം, ധാന്യകം, ജലം, ധാതുക്കൾ. നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളിൽ പ്രധാനമായും നമുക്ക് ഊർജം ലഭിക്കുന്നത് ഏതിൽ നിന്നെല്ലാമാണ്? ധാന്യകം, കൊഴുപ്പ്, മാംസ്യങ്ങൾ. ഹെർബേറിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ജീവനുള്ള സസ്യങ്ങളുടെ ശേഖരണം, സസ്യങ്ങളുടെ വിത്തുകൾ സംഭരിച്ച് സൂക്ഷിക്കുന്ന രീതി, സസ്യങ്ങളുടെ വന്യജാതികളെ സംരക്ഷിക്കുന്ന ഇടം, സസ്യങ്ങളെ മുഴുവനായോ ഭാഗങ്ങളായോ ഒട്ടിച്ചു സൂക്ഷിക്കുന്ന രീതി. ഹെർബേറിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സസ്യങ്ങളെ മുഴുവനായോ ഭാഗങ്ങളായോ ഒട്ടിച്ചു ഉണക്കി സൂക്ഷിക്കുന്ന രീതി. എല്ലുകളുടെ കാഠിന്യത്തിന് കാരണമായ രാസവസ്തു: കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്. എല്ലുകളുടെ കാഠിന്യത്തിന് കാരണമായ രാസവസ്തു കാൽസ്യം ഫോസ്ഫേറ്റ്. ജ്യോതിശാസ്ത്ര പഠനത്തിന് മാത്രമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം: ആര്യഭട്ട, ഭാസ്കര, ആസ്ട്രോസാറ്റ്, എജുസാറ്റ്. ജ്യോതിശാസ്ത്ര പഠനത്തിന് മാത്രമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ആസ്ട്രോസാറ്റ്. മണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനം: പെഡോളജി, പെട്രോളജി, ബയോളജി, മൈക്കോളജി. മണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് പെഡോളജി. ഏറ്റവും വലിയ പ്രകൃതിദത്ത ഉപഗ്രഹമായ ഗാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്. ഗാനിമീഡ് ഏറ്റവും വലിയ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ഗാനിമീഡ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്? വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്. പരിസരത്തിന് വേണ്ടി പരിസരത്തിലൂടെ പരിസരത്തെ കുറിച്ചുള്ള പഠനമാണ് പരിസര പഠനം. ഇതിന് ഏറ്റവും അനുയോജ്യമായ പഠന ഇടം ഏതാണ്? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് പരിസരത്തിലൂടെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നായിരുന്നു ചോദ്യം. ഇവിടെ പരിസരത്തിനു വേണ്ടി പരിസരത്തിലൂടെ പരിസരത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് പരിസര പഠനം. ഇതിന് ഏറ്റവും അനുയോജ്യമായ പഠന ഇടമാണ് ചോദിച്ചത്. പരിസര പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ പഠന ഇടം ഏതാണെന്നാണ് ചോദിച്ചത്. എന്താണ് ആൻസർ? ജൈവ വൈവിധ്യ ഉദ്യാനം. ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നത് ഒരു വർഗത്തിന്റെ തന്നെ ജനിതക വൈവിധ്യം, ഒരു സമൂഹത്തിലെ ജീവി വർഗങ്ങളിൽ ഉള്ള വൈവിധ്യം, പ്രദേശത്തെ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം. മുകളിൽ നൽകിയിരിക്കുന്നവയെല്ലാം. ഏതാണ് കറക്റ്റ് ആൻസർ? മുകളിൽ നൽകിയിരിക്കുന്നവയെല്ലാം എന്നാണ് കറക്റ്റ് ആൻസർ. മണ്ണ് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒരു രാസവസ്തു ചേർത്താൽ കുമിളകൾ ഉണ്ടാകുന്നതിൻ്റെ അളവ് നിരീക്ഷിച്ച് മണ്ണിലെ ജൈവാംശം കണ്ടുപിടിക്കാം. ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? മണ്ണ് വെള്ളത്തിൽ കലക്കി ഒരു രാസവസ്തു ചേർക്കുക. അങ്ങനെ ചേർത്താൽ കുമിളകൾ ഉണ്ടാകുന്നതിൻ്റെ അളവ് നിരീക്ഷിച്ച് നമുക്ക് മണ്ണിലെ ജൈവാംശം കണ്ടുപിടിക്കാം. ഇതിൽ ഏതാണ് ആ രാസവസ്തു എന്നാണ് ക്വസ്റ്റ്യൻ. ഓസോൺ, ഹൈഡ്രജൻ പെറോക്സൈഡ്, അയഡിൻ, ബോർഡോ മിശ്രിതം. ഏതാണ് രാസവസ്തു? ഹൈഡ്രജൻ പെറോക്സൈഡ്. വാഹനങ്ങളുടെ അടയാള വിളക്കുകളിൽ കാണപ്പെടുന്ന നിറങ്ങൾ: മഞ്ഞ, ചുവപ്പ്, പച്ച. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. നീല, ചുവപ്പ്, പച്ച. വയലറ്റ്, ഓറഞ്ച്, ചുവപ്പ്. വാഹനങ്ങളുടെ അടയാള വിളക്കുകളിൽ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പാണ് കാണപ്പെടുന്നത്. ട്രാഫിക് ലൈറ്റ് അല്ല ചോദിച്ചത്. വാഹനങ്ങളുടെ അടയാള വിളക്കുകളിൽ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. താഴെ പറയുന്നവയിൽ ധാന്യകം നിർമ്മിച്ചിരിക്കുന്ന മൂലകങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത്. താഴെ പറയുന്ന 3 മൂലകങ്ങൾ കൊണ്ടാണ്
ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ പെടാത്തത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ 3 മൂലകങ്ങൾ ഉപയോഗിച്ചാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ പെടാത്തത് ഏതാണ്? നൈട്രജൻ. നൈട്രജൻ ആണ് കറക്റ്റ് ആൻസർ. വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെ കുട്ടികളെ പഠനത്തിന് സജ്ജരാക്കാം. ഇതിനായുള്ള ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം. ആശയ രൂപീകരണത്തിനു വേണ്ടി പ്രവർത്തനങ്ങൾ വിശദീകരിക്കാം. തുടർ പ്രവർത്തനങ്ങൾ നൽകുക. പഠന സന്ദർഭം ഒരുക്കി പഠന പ്രശ്നം ഉന്നയിക്കുക. മോഡലുകൾ നിർമ്മിച്ച് പ്രദർശിപ്പിക്കുക. വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെ കുട്ടികളെ പഠനത്തിന് സജ്ജരാക്കാം. ഇതിനായുള്ള ഏറ്റവും ഉചിതമായ പ്രവർത്തനം ഏതാണ്? പഠന സന്ദർഭം ഒരുക്കി പഠന പ്രശ്നം ഉന്നയിക്കുക. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ തനത് നൃത്തരൂപമാണ്? ഉത്തർപ്രദേശ്, ഒഡീസ, ഗുജറാത്ത്, തമിഴ്നാട്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ തനത് നൃത്തരൂപമാണ്? തമിഴ്നാടാണ് കറക്റ്റ് ആൻസർ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം. മൈക്കോളജി, സെലിനോളജി, പെട്രോളജി, പെഡോളജി. പെഡോളജി എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു മണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. പെട്രോളജി എന്ന് പറഞ്ഞാല് പാറകളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ചന്ദ്രനെ കുറിച്ചിട്ടുള്ള പഠനം സെലനോളജി. കറക്റ്റ് ആൻസർ സെലനോളജി. ആപേക്ഷിക ആർദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. തെർമോമീറ്റർ, ബാരോമീറ്റർ, ഹൈഗ്രോമീറ്റർ. ഇവ ഒന്നുമല്ല. തെർമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുക? ഊഷ്മാവ് അളക്കാനാണ്, ടെമ്പറേച്ചർ അളക്കാൻ. ബാരോമീറ്റർ മർദ്ദം, പ്രഷർ അളക്കാനാണ് ഉപയോഗിക്കുന്നത്. ആപേക്ഷിക ആർദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ബെറിബെറി, നിശാന്തത, സ്കർവി, കണ. ബെറിബെറി എന്താണ്? വിറ്റാമിൻ B1ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. സ്കർവി വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. കണ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാമിന്റെ ഡേറ്റ് അടുത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഈ കേട്ടിട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിച്ച് ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.